ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര കാണാൻ പോയ വിശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയിൽ നമ്മുടെ തലസ്ഥാനത്ത് ഒരു സ്റ്റാച്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈസ്പോട്ട് വരെയൊക്കെ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുട്ടി കുട്ടി കൃഷ്ണനെയും രാധയും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. കുട്ടി കൃഷ്ണന്മാരല്ല, ഒരു ഏജ് വരെയുള്ള ഒരുപാട് കുട്ടികൾ കൃഷ്ണനായിട്ടും പെൺകുട്ടികളെ രാധയായിട്ടും പിന്നെ യശോദയും കൃഷ്ണനുമായിട്ടും അങ്ങനെ ഒരുപാട് പേര് അങ്ങനത്തെ ഒരു മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോകും. കുട്ടികൾ ഡാൻസ് കളിച്ച് പോകാറുണ്ട്, പാട്ടിൻ്റെ കൂടെയും ചെണ്ടമേളത്തിൻ്റെ കൂടെയൊക്കെ ഡാൻസൊക്കെ കളിച്ച് പോകാറുണ്ട്. അത് മാത്രമല്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുട്ടികളൊക്കെ ബേബി വാക്കറിൽ വരെ നടന്നു പോകുന്ന അത്രയും കുഞ്ഞു കൃഷ്ണന്മാർ വരെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൃഷ്ണനും രാധയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെ, അവരെ ഈ ഒരു രീതിയിൽ കൊണ്ടുവരുന്നത് തന്നെ ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ കൃഷ്ണൻ രാധ ആവാനായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള പാർട്ടിയിലോ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് എവിടെ നിന്നാണോ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ട് നമുക്കും ഇങ്ങനെ നടന്നു പോകാം. അപ്പം നമുക്ക് നമ്മുടെ ചെറുക്കുട്ടൻ കുറച്ച് വികൃതി കുട്ടനായതുകൊണ്ട് നമുക്കതിന് പറ്റുമോ, എപ്പോഴായിരുന്നാലും പറ്റുമോ അറിയത്തില്ല. കാരണം അവൻ കുറച്ച് വികൃതിയാണ്, അവൻ്റെ പുറകെ നമ്മൾ ഓടേണ്ടി വരും. ഇതുപോലൊന്നും നടക്കും എന്ന് അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ കൃഷ്ണന് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ പാടി ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ നല്ല രസമാണ്. പണ്ട് തൊട്ടേ ഞാൻ കാണാൻ വരുമായിരുന്നു ഈ ഒരു കൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര. പക്ഷെ ഇത്തവണ എൻ്റെ ചെറുക്കുട്ടനും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, എന്ത് ഭയങ്കര ആക്റ്റീവായിട്ടാണ് കുട്ടി കൃഷ്ണന്മാർ നടക്കുന്നത്. നമ്മളൊക്കെ കുറച്ച് ദൂരം നടന്നാൽ തളർന്നു പോകും, പക്ഷെ അവർ കണ്ടോ ഭയങ്കര ആക്റ്റീവായിട്ടാണ് അവർ നടക്കുന്നത്. പാട്ടുണ്ടായിരുന്നു, പാട്ടിൻ്റെ കൂടെയുള്ള ഡാൻസ്. എനിക്ക് അതൊക്കെ ആക്ച്വലി കാണിക്കണമെന്നുണ്ട്. കോപ്പിറൈറ്റ് വരും എന്നുള്ളൊരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ അതൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് വേറെ മ്യൂസിക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ പാട്ടിനൊത്താണ് ഡാൻസൊക്കെ കളിച്ച് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ഇടാൻ പോകുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുന്നതായിരിക്കും. പിന്നെ കൃഷ്ണൻ മാത്രമല്ല കേട്ടോ, ശിവനും പാർവതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതലും കുട്ടി കുട്ടി കൃഷ്ണനും പല പല വെറൈറ്റിയിലാണ്. ഒരുപാട് പേരൊക്കെ നീല പെയിൻ്റൊക്കെ അടിച്ചിട്ടൊരു എക്സാക്റ്റ് കൃഷ്ണൻ തന്നെയാണ് കേട്ടോ. ആ ഒരു കറക്റ്റ് ലുക്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ള
കൃഷ്ണൻ വരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയാനാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വേറെ കോസ്റ്റ്യൂമിലൊക്കെയുള്ള കൃഷ്ണൻ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുണ്ടായിരുന്നു. ഒരുപാട് കൃഷ്ണന്മാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടി കുട്ടി കൃഷ്ണൻ ഉറക്കമായിരുന്നു കേട്ടോ, കയ്യിലിരുന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ട സമയത്ത് നമ്മുടെ ചെറി ബേബി ഇതുപോലെ ആയിരിക്കുമല്ലോ എന്ന് തോന്നി. പക്ഷെ ചെറി ബേബി ഇപ്പോൾ ഭയങ്കര നോട്ടി ബേബി ആയതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷെ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ ഡാൻസ് ഇതാണ് കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഈ മറ്റേ ഗോകുലത്തിൽ ആ ഒരു സോങ് ആയിരുന്നു എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. ഒരു ഫ്യൂഷൻ സോങ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പാട്ടുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കൃഷ്ണനും ഉണ്ടായിരുന്നു. കൃഷ്ണനും കൂടെ ഡാൻസ് കളിച്ച് വരുന്നുണ്ട്. അത് നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പാട്ട് ആഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു പ്രശ്നം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഘോഷയാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളും ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ കാണാൻ പോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിന് മുന്നേ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകളൊക്കെ കമൻസിൽ പങ്കുവയ്ക്കുക. സോ അപ്പോൾ അത്രയുള്ള വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റാ.